ഇന്ന് രാത്രി കഴിക്കാൻ കിഴിപ്പൊറോട്ട ഓർഡർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വേഗം കിഴിപ്പൊറോട്ട ഓർഡർ ചെയ്തു. ബീഫ് വേണോ ചിക്കൻ വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഒടുവിൽ ബീഫ് തന്നെ മതിയെന്ന് വെച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കാണത്തില്ല കേട്ടോ. അത് എന്തായാലും ശരി, അത് വരുന്നിടം വരെ ഒരു സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുവേ. എന്നോട് കണ്ണൻ ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങനെ നിൽക്കാതെ എവിടെയെങ്കിലും ഒരിടത്ത് വന്നിരിക്കുക, ഫുഡ് കറക്റ്റ് സമയമാകുമ്പോൾ കൊണ്ടുവരുമല്ലോ, എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ ഇരുന്നേക്കാന്ന് കരുതി, വെറുതെ ഒരു വഴക്ക് വേണ്ടാന്ന് കരുതി ഞാൻ പോയി അവിടെ ഇരുന്നു കേട്ടോ. ഇരുന്നെങ്കിലും മനസ്സിൽ കിഴിപ്പൊറോട്ട എപ്പം വരും എന്നുള്ളൊരു ചിന്തയായിരുന്നേ. അങ്ങനെ ഞാൻ ലൊക്കേഷൻ എടുത്ത് നോക്കിയപ്പോഴത്തേന് നമ്മുടെ വീട് എത്താറായി കേട്ടോ. അങ്ങനെ എനിക്ക് വേഗം ഒരു കോൾ വന്നു, കിഴിപ്പൊറോട്ട എത്തിയെന്നും പറഞ്ഞു. വല്ലപ്പോഴും ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇത്രയും കൊതി. അങ്ങനെ നമ്മുടെ കിഴിപ്പൊറോട്ട നമ്മുടെ കയ്യിലോട്ട് തന്നു. അത് കയ്യിൽ കിട്ടിയതും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നേ. അങ്ങനെ അത് നമുക്ക് കഴിക്കാനുള്ള ആ ഒരു വെപ്രാളാണ് കാണുന്നത്. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കഴിക്കുന്ന വീഡിയോ ഇട്ടില്ല എന്നൊരു കമൻറ്റ് കണ്ടുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കഴിക്കുന്ന വീഡിയോ ഇടാന്ന് കരുതി. നല്ല ചൂടും നല്ല മണവും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കിഴിപ്പൊറോട്ടയ്ക്ക്. അങ്ങനെ ഞാൻ അതിൻ്റെ ആ കെട്ടൊക്കെ അഴിച്ച് അകത്ത് നോക്കിയപ്പോഴത്തേക്കിന് വാഴയില നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വേഗം പൊതി തുറന്നേ. നോക്കിയപ്പോഴേക്കും ഒരുപാട് റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു കെട്ടി വെച്ചേക്കുന്നു. വേഗം പൊതി അഴിക്കാൻ വേണ്ടി നോക്കിയപ്പം വെപ്രാളം കാണിച്ച അല്ലേലും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ റബ്ബർ വീതം വേഗം അഴിക്കാൻ നോക്കി. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെന്തിനാ ഇത്ര റബ്ബർ ബാൻഡ് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ പൊതി വേഗം തുറക്കാൻ പോവാണേ. ദേ നമ്മുടെ കിഴിപ്പൊറോട്ട ഇങ്ങനെ കേട്ടോ ഇരിക്കുന്നത്. ഞാനതിന് കുറച്ച് വേഗം പിച്ചിയെടുത്ത്. നല്ല ചൂടായിരുന്നേ, എന്നാലും കുഴപ്പമില്ല, ചൂടോടെ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ബീഫ് എടുത്തേ, അതിനുശേഷം കുറച്ച് പൊറോട്ടയും കൂടെ വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ടുണ്ടായിരുന്നേ. ഞാനിവിടെ കുണ്ടറ എഴുത്താണിയിൽ നിന്നാണ് കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. വേഗം കൊണ്ടുവരികയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അടുത്ത